നമസ്തേ, ബേബിമാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു കിഡു കുക്കിംഗ് ഐറ്റമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് സന്തോഷമായിട്ട് ഞാൻ കുറച്ച് സംഗതികൾ പരിചയപ്പെടുത്തി തരാം. ഇതെനിക്ക് എൻ്റെ മോള് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഗിഫ്റ്റായിട്ട് സമ്മാനിച്ച കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പം നിങ്ങൾക്കും അത് ഉപകാരപ്പെടുന്ന എനിക്ക് മനസ്സിൽ തോന്നിയിട്ടാണ് ഞാനത് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കണത്. കുക്കിങ്ങിനേലും മുമ്പ് ഇത് പരിചയപ്പെടുത്താം. നോക്കൂ, ഇത് ട്രാൻസ്പെറൻറ്റ് ബോക്സസ്. അതിന് പ്രത്യേകതയുണ്ട്. കണ്ടോ, നല്ല ഒരു വിധം സ്ക്വയർ, കുറച്ച് റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ഒരു ബോക്സാണ് ഇത്. ഫ്രിഡ്ജ് മേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട്. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഇത് ഏറ്റവും സ്യൂട്ടാവുന്നത് ഞാൻ നോക്കിയിട്ട് ഫ്രിഡ്ജിലേക്കാണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരു വെള്ള നെറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. അത് നമുക്ക് ഈ പച്ചക്കറികൾ ആ ട്രേയുടെ മുകളിൽ മുട്ടാതിരിക്കാനാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അതിനൊരു വായുസഞ്ചാരം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ തന്നെ. അതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന സംഗതിയാണത്. അപ്പോൾ ഇത് 4 ബോക്സിന് 500 രൂപയിലും താഴെ വിലയുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ആർക്കും അഫോർഡബിളാണ്. നോക്കൂ, ഇത് സംഭവം നല്ല സംഗതിയാണ്. ഇത് കുറേ 4 വർഷത്തോളമൊക്കെ മീതിയായി. ഇതുപോലെ മക്കൾ തന്നെ ഇവിടെ മാളിൽ പോയിപ്പോൾ വാങ്ങിത്തന്നതാണ്. ഇത് നല്ല വായുസഞ്ചാരമുള്ളൊരു ട്രേ ആണ്. സൂപ്പർ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. നല്ല ബലമുണ്ട്, ലാസ്റ്റിംഗ് ആണ്. പക്ഷെ എന്താ സംഗതി എന്ന് വിചാരിച്ചാൽ ക്വാണ്ടിറ്റിയും കൊള്ളും. പക്ഷേ നമുക്ക് ഈ ട്രാൻസ്പെറൻറ്റ് ബോക്സിൽ വെക്കുന്ന ഒരു ഇതിൽ കിട്ടുന്നില്ല. കാരണം ഇതിങ്ങനെ മീതയ്ക്ക് വെക്കാം ബോക്സസ് ഫ്രിഡ്ജിൽ. പക്ഷേ ഇത് ഓരോ ബോക്സും നമുക്ക് എടുത്ത് താഴെ ഇറക്കി എന്താന്ന് നോക്കിയാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. പുറമേ നിന്നുള്ളവർക്കാണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഓരോ ഐറ്റവും എടുത്ത് നോക്കാനായിട്ട്. ഇനി ഫ്രിഡ്ജിൽ തന്നെ ട്രേ ഉണ്ട്, അത് നമുക്ക് പൊക്കാനും എടുക്കാനും ഒക്കെ വളരെ കഷ്ടമായി തന്നെയല്ല, അത് ആകെ മിക്സ്ഡായി കിടക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് മക്കൾ, അതായത് മുത്ത് ഒരു 3 കൊല്ലം 4 കൊല്ലത്തോളമായി ഈ നല്ല ലെങ്തി ആയിട്ടുള്ള ഈ ട്രാൻസ്പെറൻറ്റ് ബോക്സ് വാങ്ങി തന്നു. അത് ഇതുപോലെ തന്നെ ഒരു 6 എണ്ണം, അതും 500 രൂപയിലും 600 രൂപയിലോ മറ്റോ താഴെയുള്ളൂ. അഫോർഡബിളാണ് ആർക്കും. പിന്നെ തന്നെയല്ല, ലാസ്റ്റിംഗ് ആണ്, വെരി യൂസ്ഫുൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും അതിൻ്റെ ഉള്ളിൽ എന്ത് സംഗതിയാണ് ഉള്ളതെന്ന് കാണാം. എന്താ കഴിയാറായെന്ന് കണ്ടിട്ട് അത് വാങ്ങാൻ സാധിക്കും. കഴിഞ്ഞത് ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കഴുകാനും ഒക്കെ എളുപ്പം. അങ്ങനെയുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അത് 6 എണ്ണം ഉണ്ട് ഓൾറെഡി. പക്ഷെ അതെനിക്ക് തികയണില്ല. അപ്പോൾ കുറച്ച് ബോക്സസും കൂടി ആവാമെന്ന് വിചാരിച്ച സമയത്താണ് മോളിങ്ങനെ 4 ബോക്സും കൂടി വാങ്ങിത്തന്നത്. ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി ജാസ്തി കൊള്ളും. ആ സമയത്ത് തന്നെ അത് വേറൊരു ബോക്സ് അതിൻ്റെ കൂടെ വാങ്ങിത്തന്നതാണ്. ഇത് 200 രൂപയിൽ താഴെയോ മറ്റോ ഉള്ളൂ. ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ 6 പാർട്സ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ 4 ക്ലിപ്പ് ഉണ്ട്. 4 ക്ലിപ്പ് വെച്ച് നമുക്കിത് എയർ ടൈറ്റ് ആക്കാം. 2 ക്ലിപ്പ് ഇട്ടാലും മതി കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഇതിൽ വെക്കാമെന്ന്. കണ്ടോ, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അവർ കാണിച്ചിരിക്കുന്നത് ഒന്നാണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 6 എണ്ണം ഉണ്ട്. ഇതിൽ 2 എണ്ണം ഉള്ളതുകൊണ്ട്, ഇതിൻ്റെ 4 എണ്ണം ഉള്ളതുകൊണ്ട്, 6 എണ്ണം ഉള്ളതുകൊണ്ട്. ഒരു ട്രേയുടെ ഉള്ളിൽ ഇങ്ങനെ കൊച്ചു ബോക്സസ് ആണ്. അതിൽ നമുക്കിപ്പോൾ കറിവേപ്പില, മല്ലിയില, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതൊക്കെ വൃത്തിയാക്കി കഴുകി തൊലി കളഞ്ഞ് സൂക്ഷിക്കാം. അപ്പോൾ പിറ്റേ ദിവസം നമുക്ക് ഈ ഒരു ബോക്സ് ഇങ്ങോട്ട് എടുത്താൽ വറവിലേക്കുള്ള സംഗതികളൊക്കെ ഒരുമിച്ച് റെഡിയാണ്. അത്ര സൂപ്പർ സാധനങ്ങളാണ്. ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക, യൂസ്ഫുള്ളായിട്ടുള്ള സാധനം ആയതുകൊണ്ടാണ് കാണിച്ചത്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ഒരു മിക്സറിൻ്റെ ജാർ എടുത്തിട്ട് നമ്മൾ തക്കാളി അതാണ് മെയിൻ ഐറ്റം. ആ തക്കാളി നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വെള്ളം ചേർക്കാതെ അരയ്ക്കണം. വെള്ളം ചേർക്കാതെ അരച്ചിട്ട് ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ, ഞാൻ ഇപ്പോൾ 1/4 കിലോ ആണ് എടുത്തത് കേട്ടോ. 1/4 കിലോ തക്കാളി എടുത്തിട്ട് വെള്ളം ചേർക്കാതെ അരച്ച് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. ഇനി ഇത് കുറച്ച് അതിൻ്റെ വെള്ളമയം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സംഗതികൾ ചേർക്കണം. അതിന് ഞാനിപ്പോൾ ഒരു രാവിലത്തെ ഊത്തപ്പത്തിനാണ് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. സാമ്പാർ ഓൾറെഡി ഉണ്ട്, എന്നാൽ പോലും സൂപ്പർ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഗതി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു
ഒത്തിരി ആ പച്ചമണമൊക്കെ വിട്ട് അതിന് ഒരിത്തിരി തിക്നെസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ ദാ ഊത്തപ്പം ആയാലും ഇഡ്ഡലി ആയാലും ദാ ആപ്പത്തിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ ഇപ്പം എന്താ പൂരി, പൂരിയുടെ കൂടെ നല്ല ചേർച്ചയാണിത് കേട്ടോ. മസാലയൊക്കെ കൂട്ടുന്നേക്കാളും വളരെ സുഖമായിട്ട് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ചപ്പാത്തിക്കൊരു സൂപ്പർ സൈഡ് ഡിഷാണിത്. ഇനി ഒന്നും വേണ്ട, ചോറിന് പോലും ഇത് നമുക്ക് ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറുണ്ട്. അത്ര സൂപ്പർ സാധനമാണ്. തന്നെയല്ല കേട് വരേയില്ല. എത്ര ദിവസം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കേണ്ട, പുറത്ത് വെച്ചാൽ പോലും കേട് വരില്ല. ഞാൻ ഇപ്പോൾ ഈ 1/4 കിലോയിലേക്ക് ഇതാ 1 സ്പൂണ് ഉപ്പിട്ടു. ഇനി ഇതാ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി 1 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. 1 സ്പൂണ് ഇപ്പം മുളക് പൊടി ജാസ്തി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാട്ടോ, കുഴപ്പമില്ല. ഇവിടെ മുളകിൻ്റെ ഇത് കുറച്ചേ വേണ്ടു, അതുകൊണ്ട് അങ്ങനെ ചെയ്യണേ. അതുപോലെ തന്നെ 1 സ്പൂണ് നിറച്ച് സാമ്പാർ പൊടി ഇട്ടു. സാമ്പാർ പൊടി ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് അധികമായാലും കുഴപ്പമില്ല. സാമ്പാർ പൊടിയുടെ ആ കുത്ത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ എല്ലാം കുറേശ്ശെ ഉള്ളത് കൊണ്ടാണ് 1 സ്പൂൺ ഇട്ടത്. അതിപ്പോൾ സാമ്പാർ പൊടി 1/4 കിലോന് 2 സ്പൂണായാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ നെയ്യ് ഇതാ ഒരുവിധം കുറുകി വരുമ്പോൾ ഞാൻ നെയ്യ് ചേർത്ത് വിടുകയാണ്. നെയ്യ് ഇങ്ങനെ മുൻപേ ചേർക്കുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ ചക്ക വരട്ടുന്നത്, ജാം ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമ്മൾ ഓരോന്ന് ചേർക്കില്ല, അതുപോലെ ചേർന്ന് വരണം. അതുകൊണ്ടാണ് നെയ്യ് അത് മുഴുവൻ വറ്റുന്നതിന് മുമ്പ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ദാ തക്കാളി ഒന്ന് കഴിച്ച് നോക്കുക. കുറച്ച് മധുരമുള്ള തക്കാളിയാണെങ്കിൽ 1 സ്പൂണ് മതി. ഇത് ഇത്തിരി മധുരം കുറഞ്ഞ തക്കാളിയാണ്, അതുകൊണ്ട് ഞാൻ 2 സ്പൂണ് പഞ്ചസാര ഈ 1/4 കിലോ തക്കാളിയിലേക്ക് ഇട്ടു. ഇത്രയൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇത് നല്ല പോലെ വറ്റി വരണം. ഇനി ഇതിലേക്ക് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നല്ല പോലെ വറ്റി വന്നിരിക്കണം. നല്ല പോലെ വറ്റിയതിന് ശേഷം മാത്രം ചേർക്കേണ്ട ഒരു സംഗതിയാണ്, ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റാണ് കായം. കായത്തിൻ്റെ മണം ഇതിലേക്ക് സൂപ്പറാണ്. കായത്തിൻ്റെ ഗുണം പിന്നെ ഞാൻ പറയാണ്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഇപ്പോൾ സ്പൂൺ കൊണ്ടായാലും ചട്ടകം കൊണ്ടായാലും നമ്മൾ ഇത്തിരി നീളമുള്ള ഇത് ഉപയോഗിക്കണം, സ്പൂണായാലും ചട്ടകമായാലും. കാരണം ഇത് ചിലപ്പോൾ കയ്യിലേക്ക് ഇങ്ങനെ പൊട്ടി നമ്മൾ ചക്ക വരട്ടുമ്പോൾ ഒക്കെ പൊട്ടിത്തെറിയും, അതുപോലെ ചെറുതായിട്ട് പൊട്ടിത്തെറിച്ച് വരാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഇങ്ങനെ കാണിക്കുമ്പോൾ ചീനച്ചട്ടിയുടെ അടിവശം നമ്മൾ കാണണം. അതാണ് അതിൻ്റെ ശരിക്കുള്ള എന്താ പറയുക കൺസിസ്റ്റൻസി. കണ്ടപ്പോൾ സാമ്പാറായി, ആപ്പം, ഈ ചട്നി, ഈ തക്കാളി ചട്നി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ദിവസവും നിങ്ങൾ ഉണ്ടാക്കും. പുറത്ത് വെച്ചാൽ കേട് വരാത്ത ചട്നിയാണ്, എത്ര കാലം വെച്ചാലും കേട് വരാത്തതാണ്. പക്ഷേ ദിവസം ഉണ്ടാക്കേണ്ടി വരും, കാരണം അങ്ങനെയാണ്, പെട്ടെന്ന് ചിലവാകും, അത്ര സ്വാദിഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ഇപ്പോൾ ബൈ.